അല്ലെങ്കിൽ 200 രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമയും വിമർശിക്കാം. അതിന്റെ ഒരു പ്രശ്നമില്ല. ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാൾക്കിട്ട് മാത്രം അല്ലെ 2 പേർക്കിട്ടോ 3 പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത്. ഒരുപാട് എല്ലാ സിനിമകളും എഫോർട്ടുകളും ഉണ്ട്. പക്ഷെ നമ്മളെ ഒരു 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 മാസീവ് അറ്റാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മളെന്താണ് 5 പേര് എറിഞ്ഞോട്ടെ, 10 പേര് അല്ലെ 100 പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ്, കഥാപാത്രങ്ങളെ എണ്ണി പറയുകയാണ്, നശിപ്പിക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, പേരെടുത്ത് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, അത് നശിപ്പിക്കുകയാണ്. അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്തെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് അയച്ചത്? നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യം ഒരു 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 5 ലക്ഷം പേര് കാണുന്ന അല്ലെ 8 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോനെ ചിലപ്പോൾ ഒരു 10,000 പേരെ സ്വാധീനിക്കാൻ പറ്റും, 20,000 പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങളിലുള്ളവർ തന്നെ വേറെ രീതി ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത, ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അറിയാം എന്തോ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ അവരെല്ലാം പട്ടന്മാര്, അവരെല്ലാം കൊള്ളത്തില്ലാത്തവർ, അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അഭിപ്രായങ്ങൾ പറയാം, 100% വിമർശിക്കാം, നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മളൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു പോയിക്കോട്ടെ. അതിനെ ഞങ്ങള് തകർക്കരുത്. ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത്. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു അപേക്ഷയാണ്. സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു പുതിയൊരു ഡയറക്ടർ, ഒരു അഭിലാഷാണ് ഒരു സിനിമ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു റൈറ്റർ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയെ വർക്ക് ചെയ്തവര് എല്ലാം. അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ ഈ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ, അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ? ആ ഇൻകം ആർക്കാ കിട്ടുന്നത്? അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ. നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ടിട്ട് അത് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക, അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. ഒരിക്കൽ കൂടി ഇവിടെ ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മാജിക് ഫ്രെയിംസിന്റെയും പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിന്റെയും പേരിൽ നന്ദി വരുന്നു. ദിലീപേട്ടന്റെ വാക്കുകളിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ക്യാമറയുടെ പിന്നിലും മുന്നിലും നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയായാലും മീഡിയയുടെ വേറെ വേർഷനാണ് സിനിമ. എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ. അത് സിനിമ, അത് TV ഉണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും സജീവമാണ്. അവിടെ എല്ലാവരും, പണ്ട് സിനിമയിലാണ് അല്ലെങ്കിൽ നാടകത്തിലാണ് നമ്മൾ കലാകാരനെയും കലാകാരികളെയൊക്കെ നേരിട്ട് കാണുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്, കലാകാരികളാണ്, നിങ്ങൾ ടെക്നീഷ്യൻസാണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് സംവിധാനം അറിയാം, നിങ്ങൾക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾ തന്നെ റീലുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല റീലുകൾ കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പല ആളുകളും ചെയ്യുന്നത്. വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്, വെറുതെ റോട്ടിൽ നടക്കുന്ന ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടാലന്റഡ് ആണ്. പക്ഷെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദ, ബഹുമാനം. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളല്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തരൂലോ അല്ലേ? Thank you very much.
അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.